ഹലോ, ഇന്ന് നമുക്കിതേ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഗ്രീൻ കളറിലെ ക്ലിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോളുടെ പഴയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെൽവെറ്റിൻ്റെ പീസാട്ടോ, ഇത് ഗ്രീൻ കളറാട്ടോ. അപ്പോൾ വെൽവെറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് മാത്രം വെച്ച് ചെയ്യാം. കൂടാതെ ഈ ഒരു നെറ്റ് പീസും കൂടി വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചു. ഇത് രണ്ടും നല്ല സൈഡാട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ചോക്ക് ഉപയോഗിച്ചോ പെൻ ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ക്ലിപ്പിൽ നിന്ന് കുറച്ച് നീങ്ങി വേണം അതിൻ്റെ അതേ ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക, തെളിച്ച് വരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ വരച്ചെടുത്തു. ഞാൻ എന്ത് ചെയ്തു, ആ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ആ ക്ലിപ്പിൻ്റെ അതേ ഷേപ്പിൽ ഒരു ഫെൽറ്റ് ഷീറ്റ് കൂടി കട്ട് ചെയ്തെടുത്തു. ഫെൽറ്റ് ഷീറ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഫെൽറ്റ് ഷീറ്റ് ഇല്ലാതെ നമുക്ക് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ പീസ് എടുത്ത് ആ രണ്ട് പീസും വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ആ ക്ലിപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഫെൽറ്റ് ഷീറ്റ് വെക്കാം. പിന്നെ ആ ക്ലിപ്പ് വെച്ചു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഫെൽറ്റ് ഷീറ്റും ക്ലിപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കത് ഇതുപോലെ അതിൻ്റെ സൈഡ് മുഴുവൻ ഇങ്ങനെ തുന്നി ഇങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ തുന്നിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ഫെൽറ്റ് ഷീറ്റ് ആദ്യം വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഈ ക്ലിപ്പും ഇതുപോലെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നൂലിനെ നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ചുരുങ്ങി വരും കേട്ടോ. ഇനി വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് തുന്നി കൊടുക്കാം. അപ്പോൾ തുന്നുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മുടെ ക്ലിപ്പ് ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ആ വരുന്ന നമ്മുടെ മുടിയിലേക്ക് ആ കുത്തുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടി നമുക്കത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതൊരുമിച്ച് തുന്നി പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനായിട്ട് ഫെൽറ്റ് ഷീറ്റിൽ ഇതുപോലെ ആ ക്ലിപ്പ് വെച്ച് നമുക്കത് ഇതുപോലെ വരച്ചെടുത്തു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ഭാഗത്ത് നടുവിലായിട്ട് ഇതുപോലെ ഈ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ക്ലിപ്പിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊന്നും കാണില്ല. ഇനി നമ്മുടെ ആ ക്ലിപ്പിനെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഫെൽറ്റ് ഷീറ്റിനെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പശ വെച്ച് അതിൻ്റെ ചുറ്റും അടിയിലായിട്ട് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ പശ വെച്ച് ഒട്ടിച്ചു. നമ്മുടെ ക്ലിപ്പ് റെഡിയായി. ഇതുപോലെ പല കളറുകളിലും പല രീതിയിലൊക്കെ നമുക്ക് ക്ലിപ്പുകൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരായി സബ്സ്ക്രൈബ് ചെയ്യുക.